പക്ക ഒരു ഹിന്ദുസ്ഥാനി കച്ചേരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈവനിങ് ആണ് കൺസെർട്ട് എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലുള്ള രാഗങ്ങളെ പാടുള്ളൂ അല്ലെങ്കിൽ വായിക്കുള്ളൂ. മോർണിംഗിലുള്ള ഒരു കച്ചേരി ആണെങ്കിൽ മോർണിംഗിൽ ഉപയോഗിക്കുന്ന രാഗങ്ങൾ. ഇപ്പൊ സിനിമാ ഗാനങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോണർ ഓഫ് മ്യൂസിക് ആണ്. സംഗീതം പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ എന്താ പറയുക, വളരെ പരിചയം സിനിമാ ഗാനങ്ങളിലുണ്ട്. മ്യൂസിക്കലി വിത്ത് സുജിയില് ഇന്ന് നമ്മുടെ കൂടെ പോൾസൺ ആണ് ഉള്ളത്. പോൾസൺ എന്ന് പറയുന്ന സിതാറിസ്റ്റിനെ കേരളത്തിലുടനീളം എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ധാരാളം സ്റ്റേജ് ഷോസിലൂടെ എല്ലാ മലയാളികളും കണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റാണ് പോൾസൺ. പോൾസന്റെ സംഗീത വിശേഷങ്ങൾ നമുക്ക് പോൾസനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. പോൾസൺ, വെൽക്കം ടു ദ ഷോ. മോണ്ടറെ പോപ്പ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ 1967 നടന്നാന്ന് തോന്നുന്നു. അതില് വളരെ ആദൃശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് കേൾക്കുന്നത്. 2010 ഞാനിത് കേൾക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സിത്താറ് വായിക്കുന്നു, രവിശങ്കർ ഇരുന്നിട്ട് സിത്താറ് വായിക്കുന്നു. അന്ന് തുടങ്ങിയൊരു ഭ്രമമാണ് ഈ സിത്താർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കേൾക്കും അങ്ങനെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആണ് ഞാൻ. ഇത് ഒന്ന് വായിച്ച് കേൾക്കണം, അടുത്തൊന്ന് വായിച്ച് കേൾക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ പോൾസൺ ഇഷ്ടമുള്ള ഒരു രാഗമോ ഇഷ്ടമുള്ള കോമ്പോസിഷനോ നമുക്ക് അതിൽ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഗം എന്ന് പറയുന്നത് യമൻ. ഈ യമൻ എന്ന് പറയുമ്പം നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ പറയുമ്പോൾ അത് കല്യാണി അല്ലേ? കല്യാണിയുടെ ഒരു കറസ്പോണ്ടിങ് രാഗമായിട്ടല്ലേ പറയാ? കല്യാണിയുടെ സ്വരങ്ങൾ തന്നെയാണ് വരുന്നത്. നമുക്ക് യമന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു രാഗം കർണാട്ടിക്കിൽ അങ്ങനെ ഏത് രാഗം എടുത്താലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രണ്ടിന്റെയും ഭാവങ്ങളെല്ലാം വ്യത്യാസമായതുകൊണ്ട് ഒരേ സ്വരസ്ഥാനങ്ങൾ വരുന്ന രാഗങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രയോഗത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് യമൻ വായിച്ചു തുടങ്ങാം.
യമൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണല്ലോ. അപ്പോൾ യമൻ എന്ന് പറയുന്ന രാഗം സിനിമാ ഗാനങ്ങളിൽ വളരെ അധികം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സിനിമാ ഗാനങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോണർ ഓഫ് മ്യൂസിക് ആണ്. സംഗീതം പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ എന്താ പറയുക, വളരെ പരിചയം സിനിമാ ഗാനങ്ങളിലുണ്ട്. അപ്പോൾ ഈ യമൻ എന്ന് പറയുന്ന രാഗം വളരെ ശക്തമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമാ ഗാനങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പോൾസിന് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പോൾസൺ കടന്നു പോയിട്ടുള്ള യമനിലുള്ള സിനിമാ ഗാനങ്ങളെ കുറിച്ചൊന്ന് വായിക്കാമോ? അത് ഇപ്പൊ യമൻ അല്ലെങ്കിൽ യമനോട് സാമ്യമുള്ള രാഗങ്ങൾ, കല്യാണി പോലുള്ള ഒരുപാട് സോങ്ങുകൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു റൂട്ടാണ് ഇത്. അതില് നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു ഗാനം, പഴയൊരു ഗാനം, ബാബുരാജ്, MS ബാബുരാജ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ഇന്നലെ മയക്കുമ്പോൾ, അത് കറക്റ്റ് ഒരു യമൻ മൂഡിൽ പോയിട്ടുള്ള ബാബുക്കയുടെ പാട്ടുകളെല്ലാം തന്നെ ബാബുക്കയുടെ എല്ലാ പാട്ടുകളും ഒരു ഏതെങ്കിലും ഹിന്ദുസ്ഥാനി രാഗത്തിലായിരിക്കും. എടുത്തു നോക്കിയാലും ബാബുക്കയുടെ തന്നെ ഇപ്പോ ഇന്നലെ മയക്കുമ്പോൾ എന്നുള്ള ഗാനമാണെങ്കിലും, അതുപോലെ തളിരിട്ടക്കിനാക്കൾ, ഇതേരം റൂട്ടിൽ പോകുന്ന ഒരുപാട് ഗാനങ്ങളെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കോമ്പോസിഷനൊക്കെ, ഒരു ക്ലാസിക്കൽ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ യമനിലുള്ള പല കോമ്പോസിഷനും പല രീതിയിലായിരിക്കുമല്ലോ. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ഫിലിം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് പല കമ്പോസേഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരാളെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ടായിരിക്കില്ല വേറൊരു സംഗീത സംവിധായകൻ എടുത്ത് ഈ രാഗത്തെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് സിനിമാ ഗാനങ്ങളിൽ യമൻ പോലെ അല്ലെങ്കിൽ ഏത് രാഗവും അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം പോൾസൺ വായിച്ചൊരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും അവരുടെ സോങ്ങിനെ അല്ലെങ്കിൽ ആ കമ്പോസിഷനെ സമീപിക്കുന്ന രീതികളെല്ലാം വ്യത്യാസമായിരിക്കും. ബാബുക്കയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ബാബു കുറച്ചുകൂടി ആളൊരു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ആയതുകൊണ്ട് ഒരു ഹിന്ദുസ്ഥാനി രാഗ ബേസ്ഡ് ആണ് ഒരുവിധം കമ്പോസിഷനെല്ലാം പോയിട്ടുള്ളത്. അന്ന് അതേസമയം വേറെ മ്യൂസിക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലവരങ്ങനെ രാഗ ബേസ്ഡ് ആവണമെന്നില്ല. പക്ഷെ അവര് ആ സിനിമയുടെ ആ സോങ്ങിന്റെ എല്ലാം മൂഡിനനുസരിച്ച് അവര് കമ്പോസ് ചെയ്ത് വരുമ്പോ അത് തനിയത് ആ രാഗത്തിലായി പോകുന്ന അങ്ങനെ പലരും അങ്ങനെ ആയി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബാബുക്കയുടെ തന്നെ ഇപ്പൊ ഈ നമ്മളിപ്പോ ഒരു സിനിമയിൽ ഒരു ഗാനം ചെയ്യുമ്പോ ഇപ്പൊ നമ്മള് ഒരു ക്ലാസിക്കൽ ഒരു കമ്പോസിഷൻ ആണെങ്കിൽ ഇപ്പൊ രാഗ യമൻ എന്ന് പറഞ്ഞാൽ യമന്റേതായിട്ടുള്ള കുറെ നിയമങ്ങളും അത് ഫോളോ ചെയ്യേണ്ട റൂട്ടുകളും ഒക്കെ ഉണ്ട്, ആരോഹണത്തിൽ അവരോഹണത്തിലെല്ലാം. ഇപ്പൊ ക്ലാസിക്കൽ ഒരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകും. ഇപ്പൊ ഒരു സിനിമാ ഗാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു രാഗത്തേക്കാൾ ഇമ്പോർട്ടൻസ് ഇമോഷനാണ്. അപ്പൊ ആ ഇമോഷനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ ആ രാഗത്തുനിന്ന് വിട്ടുപോയാലും പ്രശ്നമില്ല. ഇതും കുറച്ചുകൂടി ഒരുവിധം ഇപ്പൊ നമ്മൾ നോക്കിയാൽ യമൻ ആണെങ്കിലും യമൻ കല്യാണിന്റെ ഒരു മൂഡ് ഒരുവിധം പാട്ടുകളെല്ലാം കാണാറുണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട്. പക്ക ഒരു പ്യുവർ യമൻ എന്നുള്ള രീതിയിൽ പോകുന്നതിനേക്കാൾ ഇപ്പൊ ഈ എന്താ പറയാ ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള ഗാനാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ സോങ്ങുകളെല്ലാം ഒരു യമൻ ബേസ്ഡ് ആണെന്ന് പറയാം. കാരണം അതില് നമ്മളിടയ്ക്ക് പക്ക പ്യൂർ യമൻ എന്നുള്ളതിനൊക്കെ യമൻ കല്യാണിന്റെ ചില ഇതുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചില പാട്ടുകളാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന്
ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട് ദേവാങ്കണങ്ങൾ. അപ്പൊ നമ്മളെല്ലാരും പറയും ദേവാങ്കണങ്ങൾ യമൻ രാഗമാണെന്ന്. പക്ഷെ നമ്മൾ ഈ പാട്ട് തുടങ്ങുമ്പോ പക്ക യമൻ തന്നെയാണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു യമൻ മോഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് രാഗം തന്നെ മാറിപ്പോകുന്നുണ്ട്. അയ്യോ ശരിക്കും ഇതിന്റെ ചരണത്തിലൊക്കെ വന്നിട്ട് പഞ്ചമൊന്നും ഇല്ലാത്ത ഫ്രേസസ് ഒക്കെ എന്തൊരു ബ്യൂട്ടിയാണ്. അതിൽ നിന്ന് മൊത്തം വേറെ രാഗം മൂഡ് പോകണ്ടെങ്കിലും അപ്പൊ നമ്മള് കറക്റ്റ് ആ പാട്ടിന്നും ആ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് കമ്പോസ് ചെയ്ത് പോയിട്ടുള്ളത്. അതല്ലാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് യമൻ എന്നുള്ള രാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേക്കാളും ആ ഇമോഷനെയും ആ സിനിമാറ്റിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇവർ കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം പോൾസൺ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യന് ഒരുപാട് കാലത്തെ ഒരു ജേർണി ഉണ്ടാവും. പഠനം, അതുപോലെ തന്നെ തുടക്കത്തിൽ പഠനത്തിനപ്പുറം എന്താ പറയുക, നമ്മളൊരു ആർട്ട് ഫോമിനെ അതിലേക്ക് നമ്മുടെ ഫോക്കസ് പോവുക, ഒരു അറ്റൻഷൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പോൾസന്റെ ഒരു ജേർണിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ഒരു കുറേ കാലം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ചില കോമ്പോസിഷനോട് ചില ഒബ്സഷനൊക്കെ വരാം, അല്ല ചില രാഗങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും പ്രത്യേക അടുപ്പവും ഒക്കെ വരാം. ജനറലി നമ്മൾ പറയും ഇങ്ങനെ എനിക്കെല്ലാ രാഗങ്ങളും ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്നിരുന്നാലും വളരെ ക്ലോസ് ടു അവർ ഇമോഷനോ അല്ലെങ്കിൽ ക്ലോസ് ടു അവർ ഒരു ഫീലിങ്സെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്യാരക്ടറുമായിട്ടൊക്കെ തന്നെ നമുക്ക് ചില രാഗങ്ങൾ നമ്മൾ ഇത്ര കമ്പോസ്ഡ് ആയിട്ടുള്ള, ഇത്ര ലൗഡ് ആയിട്ടുള്ള എന്ന രീതിയിലൊക്കെ ചില രാഗങ്ങൾ നമ്മൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ പോൾസനോട് എനിക്ക് ചോദിച്ചറിയാൻ ആഗ്രഹമുള്ളത്, പോൾസന്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള കുറച്ച് രാഗങ്ങളുണ്ടാവും. അപ്പോഴും മറുപടി ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ്. അങ്ങനെയല്ല, പോൾസന് അത്ര അടുപ്പം, മനസ്സിനോട് അത്ര എപ്പോൾ വായിച്ചാലും ഒരു സുഖം കിട്ടുന്ന ചില രാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത്തരത്തിൽ പോൾസന് വളരെ പ്രിയപ്പെട്ട കുറച്ച് രാഗങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് ചോദിച്ചറിയാനൊരു താല്പര്യമുണ്ട്. ബീംപലാസ് എന്ന് പറഞ്ഞ രാഗമുണ്ട്. ആക്ച്വലി ബീന്ദുസാനി മ്യൂസിക്കില് രാഗത്തിന് ഓരോ സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഓരോ സമയത്ത് രാഗത്തിനും ഓരോ സമയങ്ങളുണ്ട്. ഇപ്പൊ ബീംപലാസ് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർനൂൺ രാഗമാണ്. അതായത് ലേറ്റ് ആഫ്റ്റർനൂൺ ആണ്. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഒരു 3 to 6 വരെയുള്ള സമയമാണ് ആക്ച്വലി ഇതിന്റെ ടൈം പറയുന്നത്. അപ്പൊ 6 കഴിഞ്ഞ് കുറച്ച് സമയത്തിന്റെ കഴിഞ്ഞാല് നമുക്ക് വായിക്കാറുണ്ട്. അവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഈ ടൈം ഫോളോ ചെയ്യുന്ന ഒരു, അതിപ്പോ തിയററ്റിക്കലി പറയുമ്പോ ഇപ്പൊ കർണാട്ടിക്കിലും അങ്ങനെയൊക്കെ തന്നെ പറയാറുണ്ട്. നമ്മൾ മോർണിംഗ് രാഗാസ്, ഈവനിങ് രാഗാസിൽ ആഫ്റ്റർനൂണൊക്കെ പാടുന്ന രാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു കച്ചേരി, ഇപ്പോൾ ഈവനിങ്ങിൽ നടക്കുന്ന ഒരു കച്ചേരി ആണെങ്കിൽ അതിൽ ഈവനിങ്ങിലുള്ള രാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് കൺവീനിയൻസ്, പിന്നെ മൊത്തം ആ ഒരു ഓഡിയൻസിനെ ഒക്കെ നോക്കി ഇരിക്കുന്നൊരു സിറ്റുവേഷന്. ഇപ്പോൾ ടെമ്പിളിൽ നടക്കുന്ന കോൺസേർട്ടുകളുണ്ട്, അല്ലെങ്കിൽ സഭകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ആർട്ടിസ്റ്റ് വരിക. അപ്പോൾ അതിലൊരിക്കലും ഈ ടൈം തിയറി അങ്ങനെ ഫോളോ ചെയ്യില്ല. ഇപ്പോൾ മോർണിംഗിലുള്ള കച്ചേരികൾ ഉണ്ടാവാറുണ്ട്, അതിൽ കല്യാണി പാടില്ല എന്നൊന്നുമില്ല. അതിപ്പോൾ മെയിനായിട്ട് കല്യാണി ആയിരിക്കും ചിലപ്പോൾ പാടുന്നുണ്ടാവുക. അപ്പം ഇവിടെയും തിയററ്റിക്കലി ഇത് പറയാറുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളൊരു കൺസെപ്റ്റ് രീതിയിൽ മാത്രമാണ്. അതായത് കൺസെപ്റ്റ് എന്ന് വെച്ചാല് ഈ ക്ലാസിക്കൽ കൺസെപ്റ്റിൽ മാത്രം. ഹിന്ദുസ്ഥാനിയുടെ തന്നെ ലൈറ്റ് വെർഷനുകളായിട്ടുള്ള ഫോമിൽ എടുത്തപ്പോ ഗസലോ ഭജനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മളിങ്ങനെ രാഗത്തിന്റെ ടൈമൊന്നും നോക്കില്ല. പക്ക ഒരു ഹിന്ദുസ്ഥാനി കച്ചേരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈവനിങ് ആണ് കൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലുള്ള രാഗങ്ങളെ പാടുള്ളൂ, അല്ലെങ്കിൽ വായിക്കുള്ളൂ. ഇപ്പൊ മോർണിംഗിലുള്ള ഒരു കച്ചേരി ആണെങ്കിൽ മോർണിംഗിൽ ഉപയോഗിക്കുന്ന രാഗങ്ങൾ. ഇപ്പം ഈവനിങ് ആണ് ഇപ്പൊ യമന്റെ കല്യാണങ്ങൾ, ബിഹാഗ്, അതുപോലെ ഭാഗ്യശ്രീ, രാഗേശ്വരി അങ്ങനെയുള്ള രാഗങ്ങളൊക്കെ ഒരു ഈവനിങ് രാഗങ്ങളാണ്. ആ ഒരു ടൈമിൽ അങ്ങനെയുള്ള രാഗങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പം മോർണിംഗ് ആണെങ്കിൽ ബാഹിർ ഭരവ്, മിയാക്കിത്തോടി, ഈ ഭൈരവന്റെ തന്നെ എല്ലാ മറ്റുള്ള വെർഷൻ രാഗങ്ങള് അതെല്ലാം മോർണിംഗ് ടൈമാണ്. ഒരിക്കലും നമ്മൾ ഈവനിങ്ങിൽ ഈ രാഗങ്ങൾ വായിക്കില്ല. ഒരു ലേറ്റ് ആഫ്റ്റർനൂൺ രാഗമാണ്. ഞാനൊരു കൂടുതലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ നമ്മൾ പറയുമ്പോൾ 72 മേളകർത്ത രാഗങ്ങൾ, പിന്നെ കുറേ ജന്യരാഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ അതിലാണ് നമ്മൾ കൂടുതലും
ഒരു കച്ചേരി അല്ലെങ്കിൽ കോമ്പോസിഷൻസ് ഉള്ളത്, കച്ചേരി എന്ന് വേണ്ട ഒരു കോമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ ഈ ഭീംബലാസ് എന്ന് പറയുന്നത് ശരിക്കും ധാട്ടുകളാണല്ലോ. ഇപ്പൊ ഹിന്ദുസ്ഥാനിയിൽ പറയുമ്പോൾ 10 ഡാട്ട്സ് എന്നൊക്കെ നമ്മളൊക്കെ തിയറി പഠിച്ചതാണ് കേട്ടോ. അപ്പൊ ധാട്ടുകള് ഈ ആഭേരി എന്ന് പറയുന്ന ജന്യരാഗമാണോ, എങ്ങനെയാ അതൊന്ന്? ആക്ച്വലി ഇപ്പൊ നമ്മള് ഹിന്ദുസ്ഥാനിയില് രാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഒരു താട്ട് സിസ്റ്റം. കർണാടക മ്യൂസിക്കിൽ നമ്മളൊരു 72 രാഗങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോലെ ഒരു 10 താട്ടുകൾ വെച്ചിട്ടാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് രാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഒരു കാഫി എന്നൊരു താട്ടിൽ ആണ് ഈ ഭീംബലാസ് പെടുന്നത്. താട്ട് കാഫി എന്ന് വെച്ചാല് ഈ 7 സ്വരങ്ങളാണ് ഈ താട്ടിൽ വരുന്നത്. നീയും ഗായും ചെറുതായിരിക്കും. ഹരഹരപ്രിയയുടെ അതന്നെ ഗരഹരപ്രിയയുടെ സ്വരങ്ങളാണ്. കാഫി രാഗമുണ്ട്, അതും ഇതേ സ്വരങ്ങൾ തന്നെയാണ്. കാഫി തന്നെയാണ് രാഗം പറയുന്നത്. ഈ കാഫി താട്ടിലാണ് ഭീംബലാസ് വരുന്നത്. ആരോണത്തിൽ 5 സ്വരം, അവരോണത്തിൽ 7 സ്വരമാണ്. അവിടെ സമ്പൂർണ്ണ രാഗമാണ്. സ്ട്രക്ചർ പറയുമ്പോൾ ശരിക്കും ഇവിടെയും നമ്മൾ ഈ കർണാടകയില് പറയുന്നതും ഔഡവരാഗം, ഔഡവ, ഷാഡവരാഗം, ഔഡവ, സമ്പൂർണ്ണ രാഗം, ഈ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ ഈ സെയിം തന്നെയാണ്. തിയറിറ്റിക്കലി നോക്കുമ്പം എല്ലാം ഓരോ റൂട്ട്, ഓരോ റൂൾസ് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഹിന്ദുസ്ഥാനിയിലും അങ്ങനെയാണല്ലോ. തിയറിറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. ഇപ്പൊ രാഗത്തിന്റെ നമ്മള് മിനിമം ഒരു 5 സ്വരം വേണം, അങ്ങനെയുണ്ട്. അത് തന്നെ ഹിന്ദുസ്ഥാനിയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ഔഡവ, ഷാഡവ, സമ്പൂർണ്ണ എന്ന് പറയുന്നത് ജാതി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം സെയിം തന്നെയാണ്. മറ്റേ മനസ്സിലായി. അല്ല, അത് പറയും പ്രത്യേകം പറഞ്ഞില്ലേ. ഇത് നമുക്ക് ഒരു കുറച്ചൊരു പാട്ടുകള് ഭീംബലാസ് ജസ്റ്റ് ഒന്നൊരു ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോവാം.